ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റാഗി പുട്ടും അതുപോലെ നമ്മൾ ഗോതമ്പ് മാവും പിന്നെ ബാക്കി വന്ന ചോറും കൂടെ വെച്ചിട്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇച്ചിരി റാഗി പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വന്ന ചോറും കൂടെ ചേർത്ത് നല്ല അടിപൊളി പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി ഫ്ലോർ എടുത്തിട്ടുണ്ട്, റാഗി പൊടി. അപ്പോൾ ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു പുട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡാണ് കേട്ടോ. അതിൽ അരിപ്പൊടിയാണ് യൂസ് ചെയ്തത്, റൈസ് ഫ്ലോർ. ഇതിൽ റാഗി പൊടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ 1 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചോറാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 5 വരെ എണ്ണുന്ന സമയം മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇത് കട്ട പിടിച്ചിട്ട് അങ്ങനെ ആയി കിട്ടും. നമുക്ക് പിന്നെ പുട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ നനക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുക. അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നാലും. ഇനി ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും അതുപോലെ ഈ ഒരു പൊടിയും അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ വേവിച്ചെടുക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം പുട്ടുകുറ്റി വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. ആവി വന്ന ശേഷം ഒരു 2 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക. പിന്നെ നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ പുട്ടുകുറ്റിയിലോട്ട് ആക്കി കൊടുക്കുക. ഈ ഒരു അളവിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പുട്ടുകുറ്റിയിൽ 2 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സൈസിൽ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ എന്തായാലും വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മെല്ലെ മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റാഗി പുട്ട്. അപ്പോൾ നല്ല ഹെൽത്തുക്കും വളരെ നല്ലതാണ് റാഗി വെച്ചിട്ടുള്ള ഈ ഒരു പുട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് മാവ് വെച്ചും ചെയ്യാം. അതും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു സെയിം ബ്ലെൻഡറിലോട്ട് തന്നെ ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി പൊടി, സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതുപോലെ ഇതിലോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കപ്പ് ചോറ്. അപ്പോൾ ചോറ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ 1 മുതൽ 5 വരെ എണ്ണുന്ന സമയം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിലൊക്കെ എല്ലാം ഒന്നിച്ച് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മുതൽ 5 വരെ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാനിതും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതും നല്ല പാകത്തിന് തന്നെ നമ്മൾ പുട്ട് നനക്കുന്ന ആ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് പുട്ടുകുറ്റിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പുട്ടുകുറ്റിയിൽ തേങ്ങയും അതുപോലെ ഈ ഒരു പൊടിയൊക്കെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടാറിയിട്ട് പുട്ടുകുറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. നമ്മൾ ചൂടോടെ റിമൂവ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്